ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു വെറൈറ്റി ഡിഷ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ഇതൊരു ഫ്യൂഷൻ ആണ്, ഇന്ത്യൻ ചൈനീസ് ഫ്യൂഷൻ ആണ്. നമ്മുടെ കൊൽക്കത്തയിൽ ഒറിജിനേറ്റ് ആയ ചില്ലി ചിക്കൻ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ നമുക്കിനി നമ്മുടെ ചില്ലി ചിക്കന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് കാണാം. അപ്പോ നമ്മളിത് ഇവിടെ ഒരു ഫുൾ ചിക്കൻ നല്ല ക്യൂബുകളായിട്ട് ചെറിയ ചെറിയ ക്യൂബുകളായിട്ട് എടുത്തിട്ട് വറക്കാൻ പാകത്തിന്. പിന്നെ ഒരു 3 സ്പ്രിംഗ് ഒനിയൻ, അത് അവസാനം ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലൈസ് ചെയ്തിട്ട് അവസാനം ചുമ്മാ അതിന്റെ മുകളിൽ വെത്തരും. അപ്പൊ പച്ചമുളക്, പിന്നെ ഒരു 3 ഒനിയൻ, പിന്നെ നമ്മൾ 3 കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 മുട്ട ചിക്കൻ മാരിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ കുറച്ച് കോൺഫ്ലവറും മൈദയും മിക്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അത് മിക്സ് ഒക്കെ കാരണം എന്താ വെച്ചാൽ അപ്പോൾ ചിക്കൻ വറുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ നമ്മളിവിടെ കളറൊന്നും ആഡ് ചെയ്യണില്ലേ, പ്രിസർവേറ്റീവ്സ് ആയിട്ട് നമ്മളൊന്നും ഇടുന്നില്ല. കാരണം നമുക്ക് എന്താ പറയുക, ടേസ്റ്റ് മാത്രം മതി. കളർ ഇട്ടിട്ട് നമ്മുടെ ആരോഗ്യം കളയേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡാർക്ക് സോയ സോസ്, പിന്നെ നമ്മളിവിടെ ടൊമാറ്റോ സോസ് എടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് എന്ന് പറയുമ്പോൾ സ്വീറ്റ് ആൻഡ് സ്പൈസി ആണ്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു എന്താ പറയുക ചില്ലി സോസ് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതെന്താ വെച്ചാൽ നമ്മൾ ഫ്രഷ് ചില്ലി ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ഒരു ചില്ലി സോസ് ആഡ് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പൊ നമുക്ക് അതിന്റെ ടേസ്റ്റും കൂടി അവിടെ വരണ കാരണം നമ്മളിത് ഈ ഒറ്റ സോസിൽ പരിപാടി അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമുക്കിനി ചിക്കന്റെ മാരിനേഷനിലോട്ട് പോവാം. നമ്മളൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മൈദയുടെ മിക്സ് ഇടുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ നല്ല അത്യാവശ്യത്തിന് കുരുമുളക് പൊടി ഇടുക. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിക്കാം നമുക്ക്. ഇനി ഇതിനകത്തോട്ടൊരു ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തന്നെ ഇടുക. പിന്നെ ഇതൊരു ഫുൾ ചിക്കൻ ഉണ്ട്. പിന്നെ ഒരു 2 മുട്ട. പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇടുക. ആവശ്യത്തിനനുസരിച്ച് ഇടുക. ഇനി നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു കുറഞ്ഞൊരു 1/2 മണിക്കൂർ വെക്കണം. നിങ്ങൾക്ക് എത്രത്തോളം ലോങ്ങർ വെക്കാൻ പറ്റും അത്രയും വെക്കാം. കാരണം നമുക്ക് കൂടുതൽ ഫ്ലേവർ കിട്ടും. അപ്പൊ നമുക്കിനി ഇത് മിക്സ് ചെയ്യാം. നല്ല രീതിയിൽ അങ്ങ് കോട്ടായി വരട്ടെ. അപ്പോ ചിക്കൻ നല്ല സെറ്റപ്പ് ആയിട്ട് മാരിനേഷൻ ചെയ്തിട്ടുണ്ട്. നമുക്കിനി അത് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പൊ അത് ചിക്കൻ നല്ല ഫ്രിഡ്ജിൽ സെറ്റപ്പായി വന്നിട്ടുണ്ട്. നല്ല സെറ്റായി ഫ്ലേവർ ഒക്കെ കയറി നല്ല കലക്കനായി വന്നിട്ടുണ്ടാവും. നമുക്കിനി വറക്കാം. എണ്ണ നല്ല ചൂടാക്കി ഓൾറെഡി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലോട്ട് ചിക്കൻ അങ്ങിടാം. അപ്പൊ ഇത് മൊത്തത്തിൽ നമ്മൾ വേവിക്കണമെന്നില്ല. ഒരു 90% ഡ്രൈ ആവാണ്ട് നമ്മൾ പ്രത്യേകം നോക്കണം. പിന്നെ അവസാനം നമ്മൾ സോസിലിട്ട് ഒന്ന് ചൂടാക്കും. അപ്പൊ ബാക്കി വേവാത്തുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്ന് വെന്തോളും. ചിക്കൻ അവിടെ ഇരുന്ന് മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പൊ നമുക്കിനി ബാക്കി കുറച്ച് സാധനങ്ങൾ കട്ട് ചെയ്യാനുണ്ട്. നമുക്കത് കട്ട് ചെയ്യാൻ പോകാം. അപ്പോ നമ്മളിങ്ങനെ കട്ട് ചെയ്യാനുള്ളൂ. എന്നിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും ഓരോ ഇതളുകളായിട്ട്. അപ്പൊ നമുക്ക് എന്താ പറയാ, നൈസ് പീസുകളായിട്ട് കിട്ടും. പരമാവധി സവോള കട്ട് ചെയ്തതിനു ശേഷം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പൊ നമുക്കത് എന്താ പറയാ, കുക്ക് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടാവില്ല. അല്ലെങ്കിൽ അത് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരും. മുളക് ചുമ്മാ കീറിയിടുക, അതിന്റെ ആവശ്യമുള്ളൂ. മറ്റു വയ്ക്കുക. നമുക്ക് അവസാനം അരിയാം. നമുക്കിനി ക്യാപ്സിക്കം അരിയാം.
കളർ ഇടാൻ തന്നെ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് ചിക്കൻ. ഒരു 2-3 മിനിറ്റ് ഇരുന്നതിന് ശേഷം നമുക്ക് അടുത്ത സെറ്റ് ഇടാം. ബാക്കി സാധനം നമുക്ക് കട്ട് ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ ഉള്ളി എറിഞ്ഞ പോലെ സ്ക്വയർ ആയിട്ട് അങ്ങ് അരിയാം. ഷേപ്പ് നോക്കണ്ട, അതിന്റെ പ്രശ്നമൊന്നുമില്ല. ഫസ്റ്റ് സെറ്റ് ചിക്കൻ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കത് എടുത്ത് വാങ്ങാം. ആവി പറക്കുന്ന ഫ്രൈഡ് ചിക്കൻ. നമുക്ക് അന്നേരം അടുത്ത സെറ്റ് അങ്ങ് ഇടാം. ഓക്കെ, കട്ടിങ്ങിന്റെ പരിപാടി മൊത്തത്തിൽ തീർന്നുണ്ട്. ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം. ചിക്കൻ നല്ല രീതിയിൽ മൊരിഞ്ഞു വരുന്നുണ്ട്. നമ്മുടെ അങ്ങ് സെറ്റ് ആവട്ടെ. ചിക്കൻ ഫുള്ള് വറുത്ത് കോരിയിട്ടുണ്ട്. നമുക്കിനി ബാക്കി പരിപാടിയിലോട്ട് പോവാം. ആവി പറക്കണ സുട ചിക്കൻ. നമ്മൾ ഇതേ എണ്ണയിൽ തന്നെയാണ് ബാക്കിയുള്ള കുക്കിംഗ് നടത്തുന്നത്. അപ്പൊ ആ ഒരു ഫ്ലേവറും റിച്ച് ഉമാമിയൊക്കെ നമുക്ക് അതിനകത്തിട്ട് കിട്ടും. സെയിം പാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് അതിനകത്തോട്ട് ഒരു ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ഇനി എന്നിട്ട് അടുത്തതായിട്ട് നമുക്ക് സബോള ആഡ് ചെയ്യാം. അപ്പൊ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് സബോള ആഡ് ചെയ്യാം. ഒന്ന് ഗോൾഡൻ ആയി കിട്ടിയാൽ മതി. സബോള നമ്മൾ അധികം വഴട്ടാൻ നിൽക്കണ്ട. അത് ചുമ്മാ ഒന്ന് എന്താ പറയാ, ഒന്ന് സ്വെറ്റ് ചെയ്താൽ മതി. അത് നമുക്ക് അതൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് സ്വെറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തോട്ട് ക്യാപ്സിക്കം ചോപ്പ് ചെയ്തിടാം. ചോപ്പ് ചെയ്തല്ല, കട്ട് ചെയ്തിടാം. അപ്പൊ നമുക്കിത് സവോള ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. കൂടാതെ തന്നെ നമ്മൾ പച്ചമുളക് ആഡ് ചെയ്യണം. ഇനി അതൊന്ന് നല്ല രീതിയിൽ മിക്സ് ആയതിനു ശേഷം കുറച്ച് സോയ സോസും കെച്ചപ്പും കുറച്ചുകൂടെ കുരുമുളക് ഇട്ടിട്ട് നമ്മൾ പിന്നെ ചിക്കൻ ആഡ് ചെയ്യും. ഇതിന് ചിക്കൻ ഇടാനുള്ള സ്ഥലമില്ലല്ലോ ഇതിൽ വന്ന്. അപ്പൊ ഇതിനകത്ത് തികയും തോന്നുന്നില്ല. അപ്പൊ നമ്മൾ ചട്ടി മാറ്റാണ്. ചട്ടി മാറ്റൽ കർമ്മത്തിലോട്ട് നമ്മൾ കിടക്കുകയാണ്. നമുക്കിന്നെ അത് അതിനകത്ത് സെറ്റ് ചെയ്യാം. ക്യാപ്സിക്കോ ഒനിയനും എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യാം. ടൊമാറ്റോ പേസ്റ്റ് അല്ല, ടൊമാറ്റോ സോസ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇത് എന്താ പറയാ, ചില്ലി ഓൾറെഡി ഉള്ളതാണ്, സ്പൈസി ആണ്. അപ്പൊ നമ്മൾ വേറെ സെപ്പറേറ്റ് ചില്ലി സോസ് ആഡ് ചെയ്യണില്ല. പിന്നെ ഒരു ടീസ്പൂണോളം ഡാർക്ക് സോയ സോസും. ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചിട്ടാൽ മതി. കാരണം സോയാ സോസിൽ ഓൾറെഡി ഉപ്പുണ്ട്. പിന്നെ അവസാനം ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ട് ഇടാം. പിന്നെ ഒരു ടീസ്പൂണോളം എക്സ്ട്രാ പെപ്പറും. ഇതേ ഉള്ളൂ. പിന്നെ ഇളക്കി നല്ല രീതിയിൽ സെറ്റ് ആയിട്ട് നമ്മൾ നേരെ ചിക്കൻ ആഡ് ചെയ്യും. ഇത്രേ ഉള്ളൂ പരിപാടി തീർന്നു. അപ്പൊ നമുക്ക് ടൊമാറ്റോ സോസ് ആവശ്യത്തിനനുസരിച്ച് ഇടാൻ പറ്റും. ടൊമാറ്റോ സോസ് നമുക്ക് കുറച്ചുകൂടി ആഡ് ചെയ്യാം. കാരണം ചിക്കൻ നല്ല കോട്ടിങ് വരണം. അപ്പോൾ അതിന്റെ ഒരു ഫ്ലേവർ വരുള്ളൂ. അപ്പം കുറച്ചുകൂടി ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണം, എത്രത്തോളം തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി വേണമെന്നനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാതെ. അപ്പൊ നമ്മൾ നേരത്തെ വെച്ചിരുന്ന മൈദയും കോൺഫ്ലവറിൽ കുറച്ച് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് ആഡ് ചെയ്യണം. അപ്പൊ ഒരു കൊഴുപ്പ് കിട്ടും ആ ഗ്രേവിക്ക്. നല്ല രീതിയിൽ മിക്സ് ചെയ്യാം.
കളറൊന്നും വേറെ ആഡ് ചെയ്യണ്ട, നമുക്ക് നൈസ് കളർ ഓൾറെഡി ഉണ്ട്. കെച്ചപ്പും ചില്ലി പൗഡറിന്റെ ഒക്കെ ആവശ്യമുള്ളൂ. നമുക്ക് ഫ്ലേവർ അല്ല വേണ്ടത്, കളർ ഇപ്പൊ ഇത്തിരി കുറഞ്ഞോണ്ട് ഇപ്പൊ ഇത്രയല്ലേ പ്രശ്നമുള്ളൂ. ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ ആഡ് ചെയ്യാം. നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. പിന്നെ അവസാനം നമ്മള് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി, മധുരം ഒന്ന് മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു പഞ്ചസാര ആഡ് ചെയ്യാം അവസാനം. അപ്പൊ കണ്ട നല്ല സെറ്റപ്പായി വന്നിട്ടുണ്ട്. പരിപാടി തീർന്നു. ഇത്രയേ ഉള്ളൂ ചില്ലി ചിക്കൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ അവസാനം നേരത്തെ പറഞ്ഞ പോലെ ഒരു ടീസ്പൂണോളം പഞ്ചസാര ഇടാണ്, ഒരു മധുരം ഒന്ന് മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച സ്പ്രിംഗ് ഒനിയൻ അങ്ങ് ഇടാൻ പോണം അതിൻ്റെ ഉള്ളിലോട്ട്. അപ്പൊ നമുക്കങ്ങ് വെതറാം. കാരണം നമ്മൾ ഓൾറെഡി തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനൊന്ന് ഇളക്കി കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് അല്ല, ഒരു 5 മിനിറ്റ് അങ്ങനെ അത് അവിടെ ഇരുന്ന് ആ ചൂടിൽ ഒന്ന് സെറ്റായി വരണം. അതിനുശേഷം നമുക്ക് അതൊന്ന് കഴിക്കാം. പൊള്ളിയാണ്, ഒരു രക്ഷയില്ല. കാണാൻ പറ്റും ഓൾറെഡി നല്ല കളറും നല്ല ഗ്രേവി നല്ല സെറ്റപ്പായി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചില്ലി ചിക്കൻ ഫുൾ സെറ്റാണ്. ഫുൾ പരിപാടി തീർന്നിട്ടത്. വളരെ സിമ്പിൾ ആണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പൊ നമ്മൾ നേരത്തെ കുറച്ച് ഫ്രൈഡ് റൈസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള നമ്മുടേതായ റെസിപ്പിയിൽ ഒരു സിമ്പിൾ ഫ്രൈഡ് റൈസ്. അപ്പൊ നമുക്ക് അതിന്റെ കൂട്ടത്തിൽ ചില്ലി ചിക്കൻ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാം. അപ്പൊ നമ്മളൊരു പീസ് എടുക്കുകയാണ്. നൈസ്, നല്ല സ്മൂത്ത് ആണ് പീസൊക്കെ, നല്ല ജ്യൂസിയാണ്. കഴിച്ചു നോക്കാം. ഓൾഡി സാധനം, ഒരു രക്ഷയില്ല, കിട്ടിക്കുണ്ട്. നിങ്ങളത് വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പിന്നെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്കത് നിങ്ങൾ കണ്ടതാണ്, വലിയ എന്താ പറയുക കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. പിന്നെ കുറച്ച് സോയ സോസും കുറച്ച് എന്താ പറയുക ചില്ലി സോസ് ഒക്കെ വേണം. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുടെ ഒരു എന്താ പറയുക എക്സ്ട്രാ ആയിട്ട് വരുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ കമന്റ് രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പൊ ഇനി പുതിയൊരു രുചികളായിട്ട് കാണുന്നവരെ തൃശ്ശൂർക്കാരന്റെ പാസ്പോർട്ടും സൈനിങ് ഓഫ്.